ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങോട്ടും ഇറങ്ങാതെ റൂമിൽ തന്നെ ഇരുന്ന ഒരു ദിനമായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ക്രോഷ്യ ചെയ്യുന്നത് തന്നെയായിരിക്കും. ഈ ക്രോഷ്യൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ടങ്ങ് നമ്മൾ തന്നെ അറിയാണ്ട് അഡിക്റ്റ് ആവുന്ന ഒരു സംഭവം നമ്മളത് മനസ്സിലാക്കി തുടങ്ങും. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉമ്മി മഞ്ഞ കളർ വെച്ചിട്ട് ഒരു കീ ചെയിനാണ് ഉണ്ടാക്കുന്നത്. ഓൾറെഡി ഞാനും ഉമ്മയും കൂടിയിട്ട് കുറച്ച് കീ ചെയിൻസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പല രൂപത്തിലും പല നിറത്തിലുമുള്ള കീ ചെയിൻസ്. അത് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഈ കാണുന്നത് അത്തരത്തിൽ ഉണ്ടാക്കി വെച്ച സാധനങ്ങളാണ്. പക്ഷേ കീ ചെയിൻ ഫുള്ളായിട്ടില്ല. ഇതിൽ കുറച്ചും കൂടി അറ്റകുറ്റപ്പണികളുണ്ട്. കാരണം ഇലകൾ വെക്കണം, സെറ്റ് ചെയ്യണം, മൊത്തത്തിൽ അങ്ങോട്ടേക്ക് സെറ്റ് ചെയ്തിട്ട് വേണം ഇതിനെ കീ ചെയിൻ എന്ന് പറയാൻ. സോ ഇത് ജസ്റ്റ് ഒരു പാർട്ട് മാത്രമാണ് ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇതൊരു ഫ്ലവർ ടൈപ്പും പിന്നെ ഒരു ബണ്ണ് ടൈപ്പും പിന്നെ ഒരു റോസ് ടൈപ്പും അങ്ങനെയൊക്കെ. മറ്റേ ഈ ഉണ്ട പോലത്തെ സാധനത്തിന് എന്താ പറയാന്ന് അറിഞ്ഞൂടാ. പിൻട്രസ്റ്റിൽ നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് നോക്കിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇത് റോസാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു മഞ്ഞ ചുമപ്പ് ഉണ്ടയില്ലേ, അത് ഫില്ല് ചെയ്യുന്നതാണ് ഇപ്പോൾ മമ്മി. എന്നിട്ട് നമുക്ക് ബാക്കി വന്ന കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്തിട്ടുള്ള കീ ചെയിൻസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനിപ്പോൾ കാണിച്ച് ഇത്ര തരുന്നുള്ളൂ. കുറച്ചും കൂടി ഉണ്ട്, ഞാനതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ ആ നേരത്തെ കണ്ടിട്ടുള്ള മഞ്ഞ ഉണ്ടയിൽ ഇലയൊക്കെ വെച്ച് ഇത് സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇതൊരു ബ്ലൂ കളർ നമ്മൾ നേരത്തെ കാണിച്ച ആ പൂവിൻ്റെതാണ്. പിന്നെ ഇതൊരു വേറൊരു ടൈപ്പ് ഒരു ഫ്ലവർ തന്നെയാണ്. അപ്പം ഇതും അങ്ങനത്തെ ഒരു ഫ്ലവർ. പിന്നെ ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സെയിം ഫ്ലവർ തന്നെയാണ്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു റോസ് ഇല വെച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ള റോസാണ് ഈ കാണുന്നത്. പിന്നെ ഈ റെഡ് കളർ സാധനം എനിക്ക് എന്തെന്നില്ലാത്തൊരു ഇഷ്ടം തോന്നി കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സാധനം. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. പിന്നെന്ന് വെച്ചാൽ ആ നേരത്തെ റെഡ് ഉണ്ട ഇല വെച്ചിട്ടുള്ള റെഡ് ഉണ്ട. ഈ സാധനം എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കാണാൻ നല്ല ക്യൂട്ടാണ്. നമ്മൾ പിൻട്രസ്റ്റിൽ കണ്ടതുകൊണ്ട് അങ്ങനെ അതേപോലെ തന്നെ ചെയ്ത് നോക്കി. പക്ഷെ നല്ല രസമുണ്ട്. ഇത് വന്നിട്ട് ബ്ലൂ കളറായിട്ടുള്ള ഹാർട്ടിൻ്റെ ഷേപ്പാണ്. ആക്ച്വലി നല്ല കട്ടിയുണ്ട് കേട്ടോ അതിന് കാണാൻ. അതൊരു വേറൊരു ടൈപ്പ് നൂലായതിനെ കൊണ്ട് നല്ല രസമുണ്ട്. മറ്റുള്ളതിനൊക്കെ കുറച്ചും കൂടി വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ആ മഞ്ഞ കളർ ഉണ്ട കാണുമ്പോൾ നമുക്ക് നാരങ്ങൻ്റെ ഷേപ്പ് പോലെ ഉണ്ടല്ലേ. ഞാനും ഉമ്മിയും അതിങ്ങനെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അനദർ സെയിം ഹാർട്ട് തന്നെയാണ്. പിന്നെ സെയിം ഈ മഞ്ഞ കളറും ഉണ്ട റെഡ് കളറും ഉണ്ട ഇതൊക്കെ തന്നെയാണ്. പിന്നെ വന്നിട്ടുള്ളത് ഒരു യെല്ലോ കളർ ഫ്ലവറാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു യെല്ലോ കളർ ഫ്ലവറാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഫ്ലവർ തന്നെ, പക്ഷെ ഒരു ബൺ ടൈപ്പ് ഫ്ലവറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ഉള്ളിൽ നമ്മൾ സ്പോഞ്ച് നിറച്ചിട്ടാണുള്ളത്. അപ്പം അതും ഇത്രയാണ് മെയിനായിട്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മളെ ഹെയർ ബണ്ണില്ലേ, ആ സാധനമാണ്. അതിൽ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ സെറ്റാക്കി നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് കാണുന്ന പോലെ തന്നെ നമ്മളത് വിയർ ചെയ്യുമ്പോഴും നമ്മുടെ തല കാണാൻ നല്ല രസമാണ്. ഞങ്ങളിവിടെ ട്രെയിൽ നോക്കിയായിരുന്നു സുന്നാനെ വെച്ചിട്ട്. സോ ക്യൂട്ടായിട്ടുണ്ട് സംഭവം. ഇതാണിപ്പോൾ എനിക്ക് നിലവിൽ നിങ്ങളുടെ അടുത്ത് കാണിക്കാനായിട്ടുള്ളത്. പിന്നെ ഉമ്മ സ്റ്റിൽ ഇവിടെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പുറത്ത്. മറ്റേ സാധനത്തിന് മഞ്ഞ കളർ സാധനം. അത് സംഭവം ഉണ്ടല്ലോ, ഉണ്ടാക്കാനും സിമ്പിളാണ്, നമുക്ക് കാണാനും ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു അത് കുറച്ചധികം ഉണ്ടാക്കിക്കോ, നല്ലുണ്ട്, കാണാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉമ്മാനെ ഞാനിങ്ങനെ പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ എനിക്കും ഉമ്മാക്കും ആണ് അധികം ഇങ്ങനത്തെ അലുക്കുലുത്ത് പരിപാടികൾക്കൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഞങ്ങൾ നല്ലതുപോലെ മുതലാക്കാറുണ്ട്. കൊച്ചിയിലെത്തിയ ആദ്യത്തെ 2 ദിവസം എനിക്ക് കുറച്ച് പോസ്റ്റായ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനിത് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വന്നത്. ഇത് വന്നതിന് ശേഷം അങ്ങനെ പോസ്റ്റായി വെറുതെ ഇരിക്കണ ഒരു ഫീല് സത്യം പറഞ്ഞാൽ എനിക്കും ഉമ്മാക്കും വന്നിട്ടില്ല. കാരണം അത്രയും നമ്മൾ ഇപ്പം എന്താ പറയുക, ഒന്നിലും ഇങ്ങനെ ഫോക്കസ് ആയിട്ട് ഇതാകുമ്പോൾ നമുക്ക് സമയം പോണത് അറിയണില്ല. നമുക്ക് കുറേശ്ശെ ഓരോരോ ക്രിയേറ്റിവിറ്റി തോന്നുകയും അതിനനുസരിച്ച് പ്രവൃത്തിയൊക്കെ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓക്കെയാണ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഗുഡ്നെസ് നമ്മുടെ ചുറ്റിൽ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതാണ് എനിക്കും ഉമ്മക്കും ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കീ ചെയിൻസ് മാത്രമല്ല കേട്ടോ, നമുക്ക് വേറെ കുറച്ച് പരിപാടികളും ചെയ്താലോ എന്നുള്ള ആലോചനയും നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. വഴി എന്തായാലും നമ്മളതൊക്കെ വ്ളോഗിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിപ്പോൾ കംപ്ലീറ്റ് ആക്കി ഫില്ല് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കാണിച്ചെന്നാണ് കേട്ടോ. ഞാൻ പിന്നെ കീ ചെയിനിൽ നിന്ന് കുറച്ച് മാറിയിട്ട് വേറൊരു പ്രൊജക്റ്റിലോട്ടാണ് ചാടിയിട്ടുള്ളത്.
എന്താണെന്ന് ചോദിച്ചാൽ ഇത് വെച്ചിട്ട് ഒരു ബാഗ്, ഓക്കെ, അതായത് ഇപ്പം ഹാർട്ട് ഷേപ്പിലുള്ള സ്ക്വയർ ഗ്രാനിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു അടിപൊളി എസ്തറ്റിക് വൈബുള്ള ബാഗ് ഉണ്ടാക്കാനാണ് ഞാനിങ്ങനെ ആലോചിക്കണത്. ആവുമായിരിക്കും എന്നുള്ളൊരു നിഗമനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം കളർ കോംബോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറച്ചും കൂടി നല്ല രസമുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഒരു ബ്ലാക്ക്, പിന്നെ ഓഫ് വൈറ്റ്, പിന്നെ ഒരു എന്താ പറയുക ക്രീം ആഷ് എന്നൊക്കെ പറയുന്ന ഒരു കളർ. ഇതിൽ നമ്മൾ ആദ്യം ബ്ലാക്ക് ഹാർട്ട് ഉണ്ടാക്കി അതിൽ ചുറ്റുമാണ് സ്ക്വയർ ടൈപ്പ് ഗ്രാനി ആക്കി നമ്മൾ എടുക്കുന്നത്. നമുക്കിനി 3 കൂടി ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഏകദേശം ബാഗിൻ്റെ ബോഡി ടൈപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ അങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു അവസ്ഥ കിടക്കുന്നത്. ഞാൻ ഈ സ്ക്വയർ ഗ്രാനീസിനെ ഒന്നും ക്ലീൻ ആക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ ഒരു നൂലിൻ്റെ ഒരു ഇത് കാണുന്നത്. ഇങ്ങനെ എന്താ പറയുക, അതിനിപ്പോൾ എന്താ പറയുക, ഇങ്ങനെ പഞ്ഞ പിടിച്ച പോലെ കാണുന്നത്. അങ്ങനെ തന്നെയാണോ അതിനെ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഞാൻ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഞാൻ ഹാർട്ടിനെ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് എല്ലാ ഗ്രാനീസും കറക്റ്റാണോ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പൊസിഷനിൽ നിർത്തിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിടക്കണം. പിന്നെ ഓരോ കളർ ഇടവിട്ടിട്ടാണ് പൊസിഷനിങ് ചെയ്യുന്നത്. സോ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് വെച്ചാലാണ് നമുക്ക് തെറ്റാണ്ട് നമ്മുടെ ബാഗ് നമ്മൾ വിചാരിച്ച ഒരു സ്ട്രക്ചറിലും ആ ഒരു പാറ്റേണിലും നമുക്ക് ലഭിക്കത്തുള്ളൂ. നമ്മളിങ്ങനെ ഓരോന്നുണ്ടാക്കിയതിന് ശേഷം ഉണ്ടല്ലോ, ഇത് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അങ്ങനെ പിടിക്കാനാണെങ്കിലും തൊടാനാണെങ്കിലും ഒരു നല്ല രസമാണ്. ഇപ്പുറത്ത് ഉമ്മാനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മ വേറൊരു പണി പുരയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നിലോട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പുള്ളിക്കാരത്തി എന്തോ ഒരു ട്രൈയിങ്ങിലാണ്. അല്ലെങ്കിൽ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്തത് എൻ്റെ വക ഒന്ന് ഉണ്ടാക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണം, സ്വന്തമായിട്ട് കണ്ടെത്തണം എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ഉമ്മ ആയതുകൊണ്ട് തന്നെ ക്രിയേറ്റിവിറ്റിയിൽ ഒരു പഞ്ഞില്ലാണ്ട് പുള്ളിക്കാരി ഓരോന്ന് ചെയ്തെടുക്കുന്നത്. പക്ഷേ അതിലും ഇച്ചിരി കാര്യമുണ്ട് കേട്ടോ, നല്ലതാണ്. ഞാൻ ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ ബ്ലാക്ക് കളർ ഹാർട്ടിന് ചുറ്റും ഈ ഒരു സ്ക്വയർ ടൈപ്പ് ഗ്രാനി കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ കുറച്ച് നേരം ഈ സ്റ്റിച്ചൊന്ന് നോക്കി നോക്ക്. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. കാരണം അത്ര വലിയ പാടും കാര്യങ്ങളൊന്നുമില്ല, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ചെയ്തിട്ടേ നമുക്ക് അതൊന്ന് തറവാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. കാണുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് പെട്ടെന്ന് ഐഡിയാസ് കിട്ടും. അത് നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഹുക്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പം പെട്ടെന്ന് കിട്ടണം എന്നില്ല. പക്ഷെ നമ്മളത് ആദ്യത്തെ തവണ കുറച്ച് പിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്നാൽ രണ്ടാമത്തെ തവണ കുറച്ചും കൂടി കംഫർട്ടാവും, മൂന്നാമത്തെ തവണ ഒന്നും കൂടി സെറ്റാവും. പിന്നെ അങ്ങനെ പോകുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഫാസ്റ്റ് ഉണ്ടാവുക. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഇറ്റ്സ് മീ നിമ്മി സൽമ. See you soon on a next video. Ta-da!